പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആൻ അനുസരിക്കുന്നവരാകണം, പ്രവാചകചര്യയെ പിൻപറ്റുന്നവരാകണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നവരാകണം. അവർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുകയുള്ളൂ. പക്ഷേ പലപ്പോഴും നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, എന്റെ പൂർവ്വപിതാക്കൾ എന്താണോ ചെയ്തത് അതിന്റെ അപ്പുറം ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല, എന്റെ പ്രപിതാക്കളിലൂടെ കണ്ടതെന്തോ അതാണ് ഞങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു മനോഭാവം പ്രിയമുള്ളവരെ, അതൊരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. പരലോകത്ത് സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനുണ്ടാകാൻ പാടില്ല. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഏത് പ്രവാചകന്മാർ വന്നുകൊണ്ട് ജനങ്ങളോട് ഈ ആദർശം പറഞ്ഞു കൊടുക്കുമ്പോഴും അല്ലാഹനെ മാത്രം ആരാധിക്കണേ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴും ആ നാട്ടിലുള്ള ആളുകൾ പറഞ്ഞതെന്താണ്? വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹി വ ഇലർ റസൂൽ, അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും നിങ്ങൾ കടന്നു വരൂ എന്ന് അവരോട് പറയുമ്പോഴെല്ലാം അവർ പറയുന്ന മറുപടി എന്താണ്? ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പൂർവ്വപിതാക്കളായി എന്റെ വാപ്പപ്പാപ്പാരായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസമുണ്ട്, ഞങ്ങളുടെ വാപ്പപ്പാപ്പാരായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളുണ്ട്, നിങ്ങളുടെ പുത്തൻവാദമൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നായിരുന്നു സകല പ്രവാചകന്മാരോടും അള്ളാന്റെ ദീന് പറയാൻ കടന്നു വന്ന സകല പ്രവാചകന്മാരോടും ജനങ്ങൾ പറഞ്ഞിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ സമീപനം ഒരു വിശ്വാസിക്കുണ്ടായിക്കൂടാ, സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകൾക്കുണ്ടായിക്കൂടാ. മറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ ഇന്നതാ പഠിപ്പിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നതാ പഠിപ്പിച്ചത്. അത് സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അവർക്കാണ് സ്വർഗമുള്ളത്.